ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ പ്രശാന്ത്. നമുക്കറിയാം ജൂൺ 9 എന്ന് പറഞ്ഞത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. കാരണം എന്താ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അടക്കമുള്ള ഒരു 8ഓളം പരീക്ഷകളാണ് ജൂൺ 9 നടക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 8 പരീക്ഷകൾക്കും ഒരൊറ്റ സിലബസ് ആണ്. ആൻഡ് ആ സിലബസ് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസുമാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് അപ്ലൈ ചെയ്തവരുണ്ടാവാം, അതേപോലെ തന്നെ ഓവർസിയറിന് അപ്ലൈ ചെയ്തവരുണ്ടാവാം, ഡ്രാഫ്റ്റ് മാനിന് അപ്ലൈ ചെയ്തവരുണ്ടാവാം, ഫോർമാൻ, ഡ്രില്ലിംഗ് അതിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവരൊക്കെ എല്ലാത്തിനും ആയിട്ടാണ് ഈ പറഞ്ഞ ജൂൺ 9 ഒരൊറ്റ എക്സാം ആയിട്ട് നടത്തുന്നത്. അപ്പോൾ നമുക്കിതിന് എങ്ങനെ സിലബസ് അനാലിസിസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ ഒരു ചാനൽ അപ്പോൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എന്ത് ചെയ്യുക, നമുക്കൊരു ടെക്നിക്കൽ ചാനൽ കൂടിയിട്ടുണ്ട്, അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് 30 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് നമുക്ക് ക്രാക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അതിൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആ 30 ദിവസത്തെ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം കേട്ടോ. നോക്കാം. സോ ശ്രദ്ധിക്കുക, ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ അതിന് മുമ്പ്, സ്റ്റഡി പ്ലാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് 10 മൊഡ്യൂളുകളായിട്ട് 10 മാർക്കിനാണ്. അതായത് മൊത്തം 100 മാർക്കിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 10 മൊഡ്യൂളുകൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 30 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയേ, നമുക്ക് ഡേ 1 ഓരോ ഡേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ അതിൽ ഡേ 1 നമ്മൾ പറയുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ടോപ്പിക്കാണ്. കാരണം എന്താ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് ആദ്യത്തെ ഇതായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുകളായിട്ടുള്ള ഫ്ലൂയിഡ് ഡെഫിനിഷൻ, എന്താണ് ഫ്ലൂയിഡിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഇതൊക്കെയാണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പാസ്കൽ ലോ, അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി ഈ പറഞ്ഞ പോലെ. ഓക്കെ, രണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ സമയത്ത് ഈ ബെർണോളിസ് ഇക്വേഷൻ്റെ എല്ലാം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഈ ഓറിഫസ് മീറ്റർ, പിറ്റെ ട്യൂബ് തുടങ്ങിയിട്ടുള്ള ഫ്ലോ മെഷറിംഗ്, ഫ്ലോ ത്രൂ ഓറിഫസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിത്ത് റിനോൾഡ്സ് നമ്പറും മേജർ മൈനർ ലോസസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം പോകുന്നത്. മൂന്നാമത്തെ ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് ഡാർസീസ് വേബാഗ് ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മേജർ ലോസസിൽ വരുന്ന ഡാർസീസ് വേബാഗും അതേപോലെ തന്നെ ചെസീസ് ഫോർമുലയൊക്കെ വരുന്നത്, അതിൻ്റെ കൂടെ തന്നെ വാട്ടർ ഹാമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് തേർഡ് ഡേയിൽ, അത് 1, 2, 3. ഓക്കെ, ഡേ 1, ഡേ 2, ഡേ 3. ഇതോടുകൂടി ഇത്രയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സിലബസ് ആണ്, ഇതിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സിലബസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഫ്ലൂയിഡ്, നമ്മൾ ഹൈഡ്രോളിക്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡേ 3 വരുന്ന ഡേ 4 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡേ 4 ശ്രദ്ധിച്ചോണേ, ഡേ 4 നമ്മൾ വരുന്ന സമയത്ത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്, അതായത് ഹൈഡ്രോളിക്സ് ആണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഡേ 5 വരുന്ന സമയത്ത് ഈ പറഞ്ഞ സ്പെസിഫിക് സ്പീഡുകളും അതേപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്താണ്, സെൻട്രിഫ്യൂഗൽ പമ്പാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. ഡേ 6 ഇതുമായി ബന്ധപ്പെട്ട് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ വരുന്ന കാവിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നു. നോക്കി, 2 മൊഡ്യൂൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. എന്നിട്ട് അതേ ദിവസം തന്നെ ഇതിൻ്റെ ഒരു റിവിഷൻ ഡേ ആയിട്ടും, റിവിഷൻ ഡേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെക്നിക്കൽ ചാനലിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യ സീരീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10 മൊഡ്യൂൾ 10 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഹൈഡ്രോളിക്സിൻ്റെ ആ ഭാഗങ്ങളും അതേപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഭാഗങ്ങളും കഴിഞ്ഞു. അടുത്തത് ഡേ 7, ഡേ 8, ഡേ 9 നമ്മൾ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു 3 ദിവസം കൊണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ തീർക്കാൻ പറ്റും. അടുത്ത ഡേ 10, ഡേ 11, അതേപോലെ തന്നെ ഡേ 12 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഫ്യൂവൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റീം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീം, ഇതൊക്കെ വരുന്ന ഒരു മൊഡ്യൂളാണിത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ പഠിച്ച് അതേപോലെ തന്നെ അതിൻ്റെ റിവിഷൻ ഡേയും നമുക്ക് നോക്കാം. ഓക്കെ, ഡേ 13, 14, 15 നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും തുടങ്ങിയിട്ടുള്ളതാണ്. അത് നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. 15, 16, 17 ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, അതായത് 16, 17, 18 ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്
ഈ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റലർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. 18ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 18 കഴിഞ്ഞു. 18 അതിന് ഒരു റിവിഷൻ ഡേ നമ്മൾ ചെയ്യുന്നുണ്ട്. 19 ദിവസം 19, 20, 21 ദിവസങ്ങളിൽ നമ്മൾ ഈ നമ്മൾ ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസസ്, ഓക്കെ, അതിൽ വരുന്നതാണ് കാർപ്പൻട്രി, ഫൗണ്ടറി, ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടൂളുകളും കാര്യങ്ങളും ഇതൊക്കെ എവിടെയാണ് നമുക്ക് അവൈലബിൾ ആണ്? ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ ഈ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത മെഷീൻ ടൂൾസ് ആണ്. കട്ടിംഗ് ടൂൾസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു മൊഡ്യൂളും ഇതേപോലെ തന്നെ 19, 20, 21 3 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അടുത്തത് ഡേ 22 ആണ്. ശ്രദ്ധിക്കുക, ഡേ 22, 23 എല്ലാം വരുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, ഇവിടെ 22, 23, 24 വരുന്നത് ഡ്രോയിങ്, ഓക്കെ, അതേപോലെ തന്നെ ഡിസൈനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 23, 24 വരുന്നത് കേട്ടോ. ഓക്കെ, സോ അടുത്ത നോക്കാം. അടുത്ത നമുക്ക് നോക്കുന്നത് 25ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ 23, 22, 23, 24 ആയി. 25ാമത്തെ ദിവസത്തിൽ എത്തുന്ന സമയത്ത് IC എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബോയിലറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 9ാമത്തെ മൊഡ്യൂളാണ്. ഇതിൽ ഹീറ്റ് എഞ്ചിൻ വരുന്നുണ്ട്, വാട്ടർ ട്യൂബ് ആൻഡ് ഫയർ ട്യൂബ് ബോയിലേഴ്സ്, ബോയിലർ ആക്സസറീസും മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു മൊഡ്യൂളാണ്. 28, 27, 30 ദിവസങ്ങൾ. 30 ദിവസങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28, 28, 29, 30 അവസാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനത്തെ മൊഡ്യൂളാണ്. ഇതാണ് റെഫ്രിജറേഷനും അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഉൾക്കൊള്ളുന്ന ഒരു മൊഡ്യൂളാണ്. ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാൻ പറ്റും. 30 ദിവസം 10 മൊഡ്യൂൾ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 5 മോഡൽ എക്സാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കാം. 100 മാർക്കിനുള്ള 5 മോഡൽ എക്സാമുകൾ കൂടി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഓക്കെ, സോ നമ്മളിപ്പോൾ കണ്ടത് ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു 30 ദിവസത്തെ ടൈം ടേബിൾ ആണ് കണ്ടത് അല്ലേ. ജൂൺ 9-ന് നടക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു, ഏകദേശം 8ഓളം പരീക്ഷകൾ. ഏതൊക്കെയാണ് 8ഓളം പരീക്ഷകൾ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ തന്നെ ഗ്രേഡ് 2 2 വരുന്നുണ്ട്. പ്ലാന്റ് എഞ്ചിനീയറും സീനിയർ ഡ്രില്ലറും പർച്ചേസ് അസിസ്റ്റന്റും ഫോർമാനും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പരീക്ഷ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ടത് 30 ഡേയുടെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനി ഇതെങ്ങനെ പഠിക്കണം? 30 ദിവസം കൊണ്ട് ഇത് പഠിച്ച് തീരുമോ? ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മെയ് 5-ാം തീയതി ഒരു ഫ്രീ വെബിനാറുമായിട്ട് വരുന്നുണ്ട്. ഓർത്തു വയ്ക്കുക, മെയ് 5-ാം തീയതി. അപ്പോൾ ലിങ്കും ഇതിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം എന്ത് ചെയ്യാം? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് മെയ് 5-ാം തീയതി ഈ ഒരു ക്ലാസ് എങ്ങനെ പഠിക്കാം, എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കൂടാതെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക? ഇതേപോലുള്ള ക്ലാസ്സുകളായിട്ടും ഫ്രീ വെബിനാറുകളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ലക്ക്.